ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ബിജുചേട്ടാ ഒരു രക്ഷയില്ല. അതായത് സകല വഴികളും നരേന്ദ്രമോദി പൊളിച്ചെടുക്കുകയാണ്. ഈ മനുഷ്യനാണെങ്കിൽ ഇറങ്ങാനും പോകുന്നില്ല. ഇയാള് എന്നിറങ്ങുമെന്ന് നമുക്കൊരു പിടിയുമില്ല. ഇയാൾ ഇറങ്ങുകയാണെങ്കിൽ കൂടോടെ തകർത്തിട്ടേ ഇറങ്ങുകയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ FCRA ഭേദഗതി ബില്ലുണ്ടല്ലോ, അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ ഭേദഗതി ബില്ല് വളരെയധികം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതായത് US ലോ മേക്കേഴ്സിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. കാത്തലിക് കണക്ട് പോലുള്ള മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങോട്ട് വരുന്ന ഫണ്ടിന് ഇത് എവിടെ നിന്ന് വന്നു, ഈ ഫണ്ടിന്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നടക്കില്ല. ഇതെന്തായാലും ചോദിക്കും. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയും, ഞാൻ ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞ് പോയ ടീംസ് ആണ്. അവരിപ്പോ ചെയ്ത് കാണിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും കമ്പും കുറുവടിയൊക്കെ ആയിട്ട് തെരുവിൽ ഇറങ്ങുമെന്ന്. അതിലൊന്നും സ്കോപ്പില്ല. പക്ഷെ നമ്മുടെ ഈ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞാൻ ആരുടെയും വിശ്വാസത്തെ ഒന്നും ഹനിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇത് നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് പറയാം. ആ സിനിമയ്ക്കകത്ത് നമ്മുടെ കുഞ്ചാക്കോ ബോബനെ ഓടിക്കാനായിട്ട് ജനാർദ്ദനൻ കോഴിത്തല ആവാഹിച്ചുകൊണ്ട് ശ്രീനിവാസന് കൊടുക്കുന്ന ഒരു സീനുണ്ട്. എന്നിട്ട് പറയും ഇത് അവന്റെ തലങ്ങണിയുടെ അടിയിൽ കൊണ്ട് വെച്ചാൽ മതി, അവൻ ഈ നാട് വിട്ട് ഓടിക്കോളും എന്ന് പറയണം. അതുപോലെ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയെ ഇറക്കാനായിട്ട് കൂട്ടപ്രാർത്ഥന നടത്താനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഒരു സംഘം ആൾക്കാരെന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. FCRA ഭേദഗതിയിൽ 28-ാം തീയതി പ്രാർത്ഥനാ ദിനത്തിന് CBCA ആഹ്വാനമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. CBCA പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതര സഭാ വിഭാഗങ്ങളുമായി കൈകോർത്താണ് ഇവർ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു ഗുണം ഉണ്ടായല്ലോ എന്നുള്ളത് എനിക്കൊരു ആശ്വാസമുണ്ട്. കാരണം ഇതര സഭാ വിഭാഗങ്ങളുമായിട്ടൊക്കെ ഇവർ കൈകോർത്ത് തുടങ്ങിയല്ലോ എന്നുള്ളതാണ്. ഒരുപാട് കൈകോർത്ത് സംയുക്ത പ്രാർത്ഥനാ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ്. ഇതിൽ വിശുദ്ധ കുർബാനയുണ്ട്, മോദി മുടിഞ്ഞു പോകട്ടെ എന്ന് എനിക്ക് അവർ പറയുന്ന ആരാധനയുണ്ട്, ജപമാലയുണ്ട്, ഉപവാസമുണ്ട്, അങ്ങനെ തുടങ്ങിയവ നടത്താനുള്ള നിർദ്ദേശമുണ്ട്. കൂടാതെ സമാധാനപരവും ജനാധിപത്യപരവുമായിട്ടുള്ള രീതിയിൽ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി രൂപതകളും ഇടവകകളും ഒപ്പുകൾ ശേഖരിച്ച് നിവേദനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ മുഖേന കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സർക്കുലർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പാർലമെന്ററി വർഷകാല സമ്മേളനത്തിൽ FCRA ബില്ല് 2026 പാസ്സാക്കിയേക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ അത് പാസ്സാക്കാൻ പറ്റിയില്ല. ഏപ്രിലിൽ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചെങ്കിലും പ്രതിഷേധം മൂലം അത് തുടർ നടപടി സ്വീകരിച്ചില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇപ്പോ രാജ്യത്തെ എല്ലാ മെത്രാന്മാർക്കും വൈദികന്മാർക്കും സമർപ്പിതർക്കും അൽമായ വിശ്വാസികൾക്കുമായി അയച്ച സർക്കുലറിൽ CBCA അധ്യക്ഷൻ കർദിനാൾ ഡോക്ടർ ആന്റണി പൂല പ്രാർത്ഥനാ ദിനാചരണത്തിന് ഇപ്പോ ആഹ്വാനം നടത്തിയിരിക്കുന്നു. അപ്പൊ എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുക. അടുത്ത ഒരു സമയത്ത് ഇത് പാസ്സാകാതിരിക്കാൻ, സുഗതന്റെ ബില്ല് പാസ്സാകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊള്ളുക എന്നാണ് അവര് പറയുന്നത്. എനിക്കിതൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. താങ്കളുടെ വിശകലനം കേട്ടാക്കൊള്ളാം. ഇതിനു മുമ്പ് 2019 ഈ മസ്ജിദുകളിൽ എല്ലാ വെള്ളിയാഴ്ച സ്പെഷ്യൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ, നശിച്ചു പോകാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ഇവാഞ്ചലിസ്റ്റുകൾ ബന്ധുക്കോസുകാരും ഒക്കെ 2019-ലും 2024-ലും നരേന്ദ്രമോദിയെ പ്രാഗിക്കൊണ്ടുള്ള സ്പെഷ്യൽ പ്രാർത്ഥനകൾ അവരും നടത്തിയത്. ഈ രണ്ട് പ്രാർത്ഥനകളും ദൈവം കേട്ടു. അപ്പൊ ദൈവം വിചാരിച്ചു കാണും, ദൈവന്മാര് മുടിയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പ്രാർത്ഥിക്കുന്നത്. കാരണം അങ്ങേര് വന്നതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു മേൽഗതി ആ രാജ്യത്തിനുണ്ടായത്. ആ രാജ്യം നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടൊരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ആയിരിക്കും. ദൈവം കൂടെ ചിന്തിക്കണമല്ലോ. അപ്പൊ അങ്ങനെ അവരുടെ ദൈവങ്ങൾ കൂടി, പ്രാർത്ഥന കേട്ട ദൈവം കൂടി വിചാരിച്ചിട്ടായിരിക്കണം മോദി മൂന്നാമതും അധികാരത്തിൽ വരുന്നത്. അതായത് ഈ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ അത് പാസ്സാക്കാതെ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അത് ഈസി ആയിട്ട് പാസ്സാകുമായിരുന്നു. അപ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. നമ്മുടെ ഇവിടുന്ന് BJPയുടെ നേതാക്കൾ അവിടെ പോയിട്ട് പറഞ്ഞു, ക്രിസ്ത്യാനികളെല്ലാം കൂടെ കൊട്ടക്കണക്കിന് വോട്ടാണ് നമുക്ക് തരുന്നത്, സീറ്റുകളൊക്കെ ഒരുപാട് ഉണ്ടാകും എന്ന് പറയുകയും അങ്ങനെ പാവം പിടിച്ച് ഈ സത്യത്തിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കേന്ദ്ര BJP നേതൃത്വത്തിന് കേരളത്തിന്റെ പൊളിറ്റിക്സിന് വലിയ പിടുത്തമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പാവം പിടിച്ച് കിരൺ റിജ്ജു ഒക്കെ ഇവിടെ വരികയും ഈ കാര്യങ്ങളിലൊക്കെ സംസാരിക്കാമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഏതായാലും വട്ടപൂജ്യമാണ് ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് വോട്ട് കിട്ടിയത് എന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. അതിന് വലിയ അവലോകനത്തിന്റെ കാര്യമൊന്നുമില്ല. ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലെല്ലാം കിടപ്പുണ്ട്, അതിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ ഏതായാലും വീണ്ടും അത് കൊണ്ടുവരികയാണ്. ഇപ്പോഴത്തെ ഒരു രീതി, ഇപ്പോഴത്തെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ, മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ പ്രതിപക്ഷം എതിർത്ത് വോട്ട് ചെയ്തിരുന്നെങ്കിൽ എതിർക്കാൻ പ്രതിപക്ഷമെങ്കിലും ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്കൊന്ന് ആശ്വസിക്കാമായിരുന്നു, മെത്രാന്മാർക്കും ആശ്വസിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല ധനുഷ്. കാരണം ഇവന്മാരൊരു അടാറ് മെജോറിറ്റിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ BJPക്കാര്. അന്ന് ഇവർക്ക് എല്ലാവരും കൂടെ തൂത്തുവാരിട്ട് 293 സീറ്റേ ഉള്ളായിരുന്നു. ഇന്ന് അത് മാറി 350 സീറ്റിന് മുകളിലോട്ട് അവർ പോയിരിക്കുന്നു.
അതായത് അജയ്യമായിട്ട് 2019-ലും 2014-ലും നരേന്ദ്രമോദി എങ്ങനെയാണോ നിന്ന് അതേ പവറിലേക്ക് മോദി തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു ഭയങ്കര പവറിലേക്കാണ് തിരിച്ചത്. അത് നമ്മൾ ആലോചിക്കും, സിനിമയിലൊക്കെ കാണുന്ന പോലെ തകർന്ന് തരിപ്പണമായിടത്ത് നിന്ന് 240 സീറ്റ് കിട്ടി, കഷ്ടിമുഷ്ടി എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തി 293 സീറ്റ് കിട്ടി ഭരിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു നായിഡു തുമ്മിയാൽ ഈ ഭരണം താഴെ പോകും, നിതീഷ് കുമാറിന് പനി വന്നാൽ ഈ ഭരണം താഴെ പോകും. ഏത് ബില്ല് വരുമ്പോഴും പറയും നിതീഷ് ഇന്ന് മുഖം കറുത്തിരിക്കുകയാണ്, അപ്പോൾ ഈ ബില്ല് പാസ്സാകാൻ സാധ്യത, നായിഡു ഇടംബലടിച്ചിരിക്കുക. ഇനിയിപ്പോ നായിഡുവും വേണ്ട അന്നും നമ്മൾ പറഞ്ഞു ഈ നായിഡുവും ജെഡിയുവും ഒക്കെ അധിക നാൾ ഉണ്ടായില്ല, JDU-ലെ ഇവന്മാര് വിഴുങ്ങും, നായിഡുവിനെ ഒരു മൂലക്കാക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായാലും നായിഡുവും വേണ്ട, ഈ പറയുന്ന നിതീഷ് കുമാറും വേണ്ട, അല്ലാതെ തന്നെ അതേ MP-മാര് ക്യൂ നിൽക്കുക. ഇപ്പോൾ അവർ അജയ്യമായ രീതിയിലാണ് നിൽക്കുന്നത്. TMC, പിന്നെ ഉദ്ധവ്, ഇത് കൂടാതെ ഇപ്പൊ ഇന്നലെ വന്നൊരു വാർത്ത, നമ്മുടെ സമാജ്വാദി പാർട്ടി പിളരുകയാണ്. 27 MP-മാർ അവർക്കുള്ളത്. എന്തായാലും അയാളുടെ ഭാര്യ പിളരാൻ സാധ്യതയില്ല, ഡിംപിൾ യാദവ്. അതെന്തായാലും കാണും. ബാക്കിയുള്ളത് കംപ്ലീറ്റ് പോരും എന്ന് തോന്നുന്നു. അപ്പം ഇത് ഭാര്യ പിളരാൻ ഞാൻ തമാശ പറഞ്ഞല്ല ധനുഷ്, അതിനകത്ത് ഇവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ തന്നെയാണ് ഈ MP-മാരും MLA-മാരൊക്കെ. കുടുംബമാണ്, അതൊരു കുടുംബ പാർട്ടി ആയതുകൊണ്ട് അതാ നമ്മുടെ ഭാര്യയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പിരിച്ചു പോകുന്നുണ്ട്. അപ്പം ഇതെന്തായാലും ഒരു പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കണം. അങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ മെജോറിറ്റിയാണ്. അതായത് ഇവന്മാരോട് ചോദിക്കുക പോലും വേണ്ട, ഞങ്ങൾ പാസ്സാക്കിക്കോട്ടെ എന്ന്. പിന്നെ ഇപ്പൊ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു രാജ്യസഭ തെരഞ്ഞെടുപ്പ്, വനിതാ സംവരണം, മണ്ഡല പുനഃക്രമീകരണം, ഇതിലേക്ക് DMK അടക്കമുള്ള പിന്തുണ അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ഈസി ആയിട്ടാണ് അവർ പറയുന്നത്. ജൂലൈ 21 ഞങ്ങൾ സമ്മേളനം തുടങ്ങുകയാണ്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം കൊണ്ടുവരികയാണ്. വളരെ ആർജവത്തോട്ട് വളരെ കൂളായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ കേരളത്തിൽ നിന്ന് ഇവിടുത്തെ BJP-കാരുടെ അവിടെ വണ്ടി പിടിച്ച് അവിടെ ചെന്നാലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പറയുന്നത് പോടെ ഇവിടെ എല്ലാം സെറ്റായിരിക്കുകയാണ്, ഇത്രയും പേര് പിന്തുണ ഉള്ളിടത്ത് എന്ത് ചെയ്യാനാ ഇതില്? പ്രത്യേകിച്ച് റോളൊന്നും എടുക്കാനില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും പോസ്റ്റ് ഇടാം, ഞങ്ങൾ പിന്തുണയ്ക്കും, ഞങ്ങൾ പിന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടാം, സംഘികളുടെ തെറിയോടെ കിട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇത് അനിവാര്യമായ ഒരു ഘടകമാണ് FCR. കാരണം ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല, പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നിയമങ്ങളുണ്ട്. കാരണം ഇന്ന് ഒരു പുതിയ നിയമത്തെ കുറിച്ച് നമ്മൾ ഇന്നിപ്പോ ബോധ്യം വന്നല്ലോ. വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇവിടുന്ന് പണം അയക്കാനോ വേറെ എങ്ങൊന്നോ പണം സ്വീകരിക്കാനോ കഴിയില്ല എന്നുള്ള കേന്ദ്ര നിയമം നിൽക്കുകയാണ്. വീണയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആ നിയമം അറിയുന്നത്. അങ്ങനെ ഒരു നിയമമുണ്ട് ഈ രാജ്യത്ത്. അവിടെയാണ് കോടിക്കണക്കിന് രൂപ നക്സൽ ബാധിത മേഖലയിൽ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന US മിഷണറി സംഘം ഈ രാജ്യത്ത് കൊണ്ടത് മുടക്കി നക്സൽ ബാധിത മേഖല ഇതൊക്കെ വിധ്വംസക പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെ തടയിടാൻ കൊണ്ടിരുന്ന ഒരു നിയമത്തെ എങ്ങനെ ആർക്ക് എതിർക്കാൻ കഴിയും? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ പോലും ഈ നിയമം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. അവർ പറയുന്നത് ഞങ്ങൾക്കറിയത്തില്ല ഈ ഫണ്ട് വരുന്നതൊന്നും, ഞങ്ങൾക്കൊന്നും ഈ ഫണ്ടിന്റെ ഒരു ഗുണവും കിട്ടിയിട്ടുമില്ല. ശരിയാണ്, ഒരു ഗുണവും. കാരണം ഞങ്ങൾ പള്ളി പണിയുന്നത് ഞങ്ങളുടെ പൈസയ്ക്കാണ്. ഇനി മറ്റേ ഫണ്ട് കൊണ്ടുവന്നിട്ട് എവിടെങ്കിലും പള്ളി പണിതിട്ടുണ്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിതിട്ടുണ്ടോ ഞങ്ങൾ അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തായാലും രാജ്യവിരുദ്ധ പ്രവർത്തനമാണെങ്കിൽ ഏറ്റെടുക്കണം. ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഇവരെല്ലാം സെപ്പറേറ്റ് NGO-കളാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ പള്ളിയുമായിട്ട് സഭ ബന്ധമില്ല. ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലേക്ക് ഇറക്കുകയാണ്. ഇപ്പോഴെന്ത് പറ്റി? ഈ രീതിയിലായിരുന്നില്ല ഇലക്ഷന് മുമ്പ്. പ്രാർത്ഥനയുടെ ശബ്ദമല്ലായിരുന്നു, ഭീഷണിയുടെ ശബ്ദമായിരുന്നു പല മെത്രാന്മാർക്കും. FCR നിങ്ങളെ മൂത്രമൊഴിപ്പിക്കും, നിങ്ങളെ വിറപ്പിക്കും, മര്യാദക്കായിരുന്നോണം എന്നൊക്കെ പറഞ്ഞ മെത്രാന്മാരിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഇനി ഈ BJP-കാരൊന്നും വിചാരിച്ച്, കേരളത്തിലെ BJP-കാരൊന്നും വിചാരിച്ച് ഇതിന് ഊരിയെടുക്കാൻ കഴിയില്ല. കാരണം അതൊരു രാജ്യത്തിന്റെ നിയമമാണ്. ഇനി ഊരിയെടുക്കാൻ പോയി കഴിഞ്ഞാലും രക്ഷയില്ല എന്നവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥന. ഈ ടോൺ അല്ലായിരുന്നു ഇവർക്ക്. ഇപ്പൊ ഈ പ്രാർത്ഥന പ്രതിഷേധമാണല്ലോ ഇവർ പറയുന്നത്. ഈ ടോൺ അല്ലായിരുന്നു ഇവർക്ക് ആദ്യം. എല്ലാവർക്കും അറിയാം ഇലക്ഷന് മുമ്പ് എന്തുമായിരുന്നു. കാഞ്ഞിരപ്പള്ളി മെത്രാന്, പാലാ മെത്രാന്, ആ മെത്രാൻ ഈ മെത്രാനൊക്കെ ആക്രോശിക്കുകയാണ്. FCR കൈവച്ച് കഴിഞ്ഞാൽ കൈകളി വെട്ടും, നിന്നെയൊക്കെ കൊന്നുകളയും, കുഴിച്ചു മൂടുമെന്നൊക്കെ. അല്ല, എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഈ വാർത്തക്കിടയിൽ ഏറ്റവും കൂടുതൽ തെറി കേരളത്തിലെ BJP നേതാക്കന്മാർക്കാണ്. അല്ല, എന്താ വെച്ചാൽ കേരളത്തിലെ ചില BJP നേതാക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്. കേന്ദ്രത്തെ പോലെ തന്നെ കേരളത്തിന്റെ പൊളിറ്റിക്സോ കേരളത്തിന്റെ സംഘി മനസ്സോ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ സംഘി മനസ്സാണ് ഇവരുടെ വോട്ടെന്നുള്ള കാര്യം ബേസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. കാരണം ഈ ഒരു വികാരമാണ് ബഹുഭൂരിപക്ഷം. BJP സ്നേഹിക്കുന്നവരൊന്നും അവരുടെ BJP-യുടെ ഐഡിയോളജിയോ BJP-യുടെ വിഷൻ കേരളയോ ഒന്നും കണ്ടിട്ടല്ല അവർ വരുന്നത്. അവരുടെ ഒരു ഐഡിയോളജി ഉണ്ട്, അവർ നെഞ്ചോട് ചേർക്കുന്ന ഒരു കാവ്യ പതാകയുണ്ട്. അതിന്റെ ബേസിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. അവരാരും ഇവരുടെ ഒന്നും ചായ മേടിച്ച് കുടിക്കുന്നവരല്ല നേതാക്കന്മാരുടേത്, അല്ലെങ്കിൽ നേതാക്കന്മാരെ പുകഴ്ത്തിപ്പാടുന്നവരല്ല. നേതാക്കന്മാരെ തെറ്റ് കണ്ട തന്തയ്ക്ക് വിളിക്കും, യാതൊരു ഡൗട്ടും ഇല്ല. നമ്മൾ ചെയ്യാറുണ്ടല്ലോ. സംസ്ഥാന BJP-യുടെ നേതൃത്വ നിരയിൽ ആരെങ്കിലും അഴിമതി കാര്യം കാണിച്ചാൽ നമ്മളത് ചെയ്യാം. കാരണം നമുക്ക് പുകഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവരുടെ ഒന്നും അടിത്തോണ്ട് പറ്റി ജീവിക്കുന്നവരല്ല ഇവിടുത്തെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സ്വാഭിമാന ഹിന്ദു വോട്ടർമാര്.
അതുകൊണ്ട് തന്നെ അവർക്ക് ചീത്ത വിളിക്കാനുമുള്ള അധികാരമുണ്ട്. കാരണം അവരാണല്ലോ ഇവരെ ഇലക്ഷൻ നിർത്തുന്നതും ജയിപ്പിക്കുന്നതും വോട്ട് ചെയ്യുന്നതൊക്കെ. ഒരു വോട്ട് പാഴായി പോകുമെന്ന് പറഞ്ഞിട്ടും പതിറ്റാണ്ടുകളോളം വോട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തകന് ഇവരെ ചീത്ത വിളിക്കാൻ അധികാരമുണ്ട്. യാതൊരു ഡൗട്ടും ഇല്ല അതിനകത്ത്. അതായത് ഇവരൊന്നും ചോദ്യം ചെയ്യപ്പെടാത്ത അപ്പുറത്തേക്ക് നിൽക്കുന്ന വലിയ സംഭവമാണ് എന്ന് ഉള്ളൊരു ചിന്തയുണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഇവരൊക്കെ ഈ ടോർച്ച് തെളിക്കാൻ പറയുന്ന ഒരു സ്വന്തം നേരെ തന്നെ ടോർച്ച് പിടിച്ച് തെളിച്ചു കഴിഞ്ഞാൽ കുറെ വെട്ടം അവിടെ കിട്ടും. അതാണ് ഇവർക്ക് ആ വെട്ടം സ്വന്തം മനസ്സിലേക്ക് അഴിച്ചു കയറ്റില്ലെങ്കിൽ അവിടെ വരുമ്പോഴാണ് നിലപാടുകൾ ക്ലിയർ ആകും. ഇത് ഇവർക്ക് പോകാൻ കഴിയില്ല. കാരണം ഇത് രാജ്യത്തിന്റെ നിയമമാണ്. ഈ രാജ്യത്തിന്റെ നിയമം വേണ്ടെന്ന് എങ്ങനെ പറയും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ SDPI യുടെ വോട്ട് കിട്ടുമെന്ന് പറയുമ്പോഴത്തേന് ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ തിഹാർ ജയിലിൽ നിന്ന് വിടാൻ പറയാൻ പറ്റൂ? അതൊന്നും നടക്കാത്തൊരു കാര്യമാണ്. നടക്കാത്തൊരു കാര്യത്തിന് അവർ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇലക്ഷൻ അല്ലേ, 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇലക്ഷൻ ആകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തും. ആ ഇലക്ഷൻ സമയമായതുകൊണ്ടാണ് മെത്രാന്മാർ അത്രയും കടുപ്പിച്ചും പറഞ്ഞത്. കാരണം ഇലക്ഷൻ അല്ലേ, കാറ്റുള്ളപ്പോഴല്ലേ തൂറ്റാൻ പറ്റൂ, കാറ്റില്ലാത്തപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും പ്രാർത്ഥനാ ദിനം നടക്കട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് FCR വരുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ FCR വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ഏത് പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളത് അടുത്ത മാസം അറിയാൻ കഴിയും.